എങ്ങനെയെങ്കിലും ഇത് തടയണം. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാനുള്ള തീരുമാനത്തിൽ നിന്നും അച്ഛച്ചേച്ചിനെ എങ്ങനെയെങ്കിലും പിന്തിരിപ്പിച്ചേ പറ്റൂ. എടുത്ത് ഇങ്ങനൊരു തീരുമാനം എടുക്കുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അടുക്കളയിൽ നിന്ന് ഞങ്ങളെ 3 പേരെ ഇറക്കി വിട്ടിട്ട് ഒറ്റയ്ക്ക് ഫുഡ് ഉണ്ടാക്കി കരയുമ്പോഴും അച്ഛച്ചേച്ചിയുടെ മനസ്സിലെ ഉദ്ദേശം ഇതാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ആ ഡൈനിങ് ടേബിളിൽ വെച്ച് ചേച്ചി അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ഷോക്കായിപ്പോയി. എല്ലാവരുടെ അവസ്ഥ അപ്പൊ അങ്ങനെ തന്നെയായിരുന്നു. ഇങ്ങനെ ആലോചിച്ച് നിൽക്കാതെ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കുക. ഒരു തീരുമാനം എടുത്താ പിന്നെ അതിൽ നിന്ന് അർച്ചനയെടുത്ത് പിന്തിരിപ്പിക്കുക എന്നത് അസാധ്യമാണ്. എടുത്ത തീരുമാനം നടപ്പാക്കി അടങ്ങുന്ന പിടിവാശിയുള്ള ആളാ തന്റെ ചേച്ചി. അതുകൊണ്ട് തന്നെ ഏട്ടത്തിന്റെ ജീവിതത്തിൽ ഗുണത്തിന് പകരം ദോഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞ അച്ഛച്ചേച്ചി കേക്കില്ല. 100 ന്യായങ്ങൾ പറഞ്ഞ് എന്റെ നാവ് അടക്കിക്കളയും. ആതിര പറഞ്ഞ ശരിയാ. അവളുടെ ചോദ്യത്തിന് മുമ്പിൽ ഉത്തരമില്ലാത്ത അവസ്ഥയല്ല ഞാനും. അവളെടുത്ത ഈ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ എനിക്കും പറ്റുന്നില്ല. ഭർത്താവെന്ന നിലയിൽ പോകരുതെന്ന് പറയാം, നിർബന്ധിക്കാം, വഴക്കിടാം. പക്ഷെ അപ്പോഴും ന്യായം അവളുടെ പക്ഷത്താ. കുറ്റബോധത്തോടെ അല്ലാതെ അവളോട് സംസാരിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. സച്ചിയുടെ നിർബന്ധിച്ച ഏട്ടത്തെ അനുസരിക്കില്ലേ? ഇല്ല, ഒരു ഉറച്ച മനസ്സിന്റെ തീരുമാനം അത്. സച്ചേട്ടാ, പിന്നെ എന്തോ ഒരു വഴി? ഒരു വഴിയുണ്ട്, അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്.